മോളെ, നമ്മളിന്നൊരു പുതിയ സാമ്പാർ ഉണ്ടാക്കുകയാണേ. എന്ത് സാമ്പാറാണെന്ന് അറിയണ്ടേ? വെള്ളരിക്ക ഇല്ലാത്ത സാമ്പാർ. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് മോള് ചിന്തിക്കുന്നുണ്ടാവും. 2 പച്ചക്കറി ഇനങ്ങളുടെ വില അറിയാനാണ് ഒരു പച്ചക്കറി കടയിൽ വന്നിരിക്കുന്നത്. അത് പ്രധാനമായും മുരിങ്ങയ്ക്കയും വെള്ളരിയും. ഇത് രണ്ടും പച്ചക്കറി കടയിൽ റാക്കിൽ നോക്കി ഒരിടത്തും കാണാനില്ല. പക്ഷേ വെള്ളരിയെ കണ്ടെത്തി. 1, 2, 3, 4, 5, 6 വെള്ളരി ഇരിപ്പുണ്ട്. ഫ്രഷ് അല്ല, ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ തീ വിലയാണ്. നേരത്തെ വെള്ളരി എത്ര രൂപയായിരുന്നു, ഇപ്പം എത്ര രൂപയാണ്? 100 കൊടുത്തിട്ട് സാധനം ഇല്ല, കിട്ടാനില്ല. നേരത്തെ എൻ്റെ പകുതിയായിരുന്നു റേറ്റ്, ഇപ്പം അതിന് ഡബിളായി. ഇങ്ങനെ ഉണങ്ങിയ വെള്ളരിയൊക്കെ ആൾ വാങ്ങിക്കൂ? ഇല്ല, വാങ്ങൂല. ഫ്രഷ് ആണെങ്കിൽ വാങ്ങത്തുള്ളൂ. വെള്ളരി ഇല്ലാത്ത കാര്യങ്ങൾ നടക്കും. സാമ്പാർ അരി വയ്ക്കാൻ വേണ്ടി വെള്ളരി അത്യാവശ്യമാണ്. ഇപ്പം സാധനം കിട്ടാനില്ല. ഈ വെള്ളരിയൊക്കെ കൂടിയിരിക്കാനുള്ള കാരണം മഴയാണ് കാരണം എന്ന് പറയുന്നത്. മുരിങ്ങൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചു കൊണ്ടുപോകണം. കിട്ടാക്കനിയാണേ. എടോ, ആ മുരിങ്ങയ്ക്ക അങ്ങ് ലോക്കറിൽ വെച്ചേക്കാം. ലോക്കറിൽ വയ്ക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? നമ്മളിവിടെ പച്ചക്കറി കടയിൽ വന്ന് റാക്കെല്ലാം പരിശോധിക്കുകയായിരുന്നു. ഇവിടെ ഒരിടത്തും ഒരു മുരിങ്ങയ്ക്ക പോലും കിട്ടാനില്ല. കാരണം അതിന് കാരണം അവർ തന്നെ പറഞ്ഞു, ഒരാഴ്ച കൂടില്ല മുരിങ്ങ എടുക്കാതെ. വില ഇപ്പം എത്ര മുരിങ്ങയ്ക്ക? മുരിങ്ങ 400 കടന്നേക്കാം. 400 രൂപ ഒരു മുരിങ്ങയ്ക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ 40 മേളാവും. ആളുള്ളത് വാങ്ങാൻ തയ്യാറല്ല. വാങ്ങൂല. വാങ്ങിച്ചു വെച്ച് പ്രാവശ്യം വാങ്ങിച്ചു വെച്ച് കുറച്ച് നഷ്ടം വന്നു, പിന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ എത്ര രൂപയായിരുന്നു നേരത്തെ? 120 അതൊക്കെ ആയിരുന്നു. ഇതെന്താണ്, റിസർവ് ബാങ്കിന്റെ നോട്ട് കൊണ്ടുപോകുന്ന വണ്ടിയോ? മുന്നിലും പിന്നിലുമൊക്കെ തോക്കേന്തിയ പോലീസുകാരുണ്ടല്ലോ. അയ്യോ, ഇത് നോട്ട് കൊണ്ടുപോണ വണ്ടി അല്ലായിരുന്നോ? പച്ചക്കറി ലോറിയോ? അതെന്താ ഇങ്ങനെ? ഇത് തന്നെയാണോ സർക്കാരിന്റെ പച്ചക്കറി വിപണിയിലെ ഇടപെടലായ ഹോർട്ടികോപ്പിലെ സ്ഥിതി? നമുക്ക് നോക്കാം. പൊതുവിപണിയിൽ മുരിങ്ങയ്ക്ക് കിലോ 400 രൂപ കടന്നിരിക്കുന്നു. മുരിങ്ങയ്ക്ക കിട്ടാനുമില്ല. ഹോർട്ടികോപ്പിൽ മുരിങ്ങയ്ക്ക വില 240 രൂപയാണ്. അങ്ങനെ മുരിങ്ങയ്ക്ക ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. വില 240 തന്നെ. പക്ഷേ റാക്കിൽ മുരിങ്ങയ്ക്കയല്ല, തക്കാളിയാണ്. ഇനി വെള്ളരിയുടെ കഥ നോക്കാം. വെള്ളരിക്ക് ഹോർട്ടികോപ്പിൽ കിലോ വില 125 രൂപയാണ്. പൊതുവിപണിയിൽ നമ്മൾ കയറിയ ഒരു പച്ചക്കറി കടയിൽ കിലോ 120 രൂപയാണ്. അതായത് ഹോർട്ടികോപ്പിൽ 5 രൂപ കൂടുതലാണ്. വെണ്ടയ്ക്കയ്ക്ക് കിലോ 92 രൂപ. പൊതുവിപണിയിലെ പച്ചക്കറി കടയിൽ ഞങ്ങൾ കയറിയപ്പോൾ 80 രൂപയായിരുന്നു വില. തക്കാളിക്ക് പൊതുവിപണിയിൽ 80 രൂപയുണ്ട് വില. ഇപ്പോൾ ഹോർട്ടികോപ്പിൽ 72 രൂപയാണ്. അതായത് വില കുറവാണ് ഹോർട്ടികോപ്പിൽ. ഇനി വെള്ളരിക്ക് എന്തുകൊണ്ട് ഹോർട്ടികോപ്പിലും വില കൂടി നിൽക്കുന്നു? അതിന് കാരണം ഇപ്പോൾ വെള്ളരി കൃഷിയുടെ കാലമല്ല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഹോർട്ടികോപ്പിന് തമിഴ്നാട്ടിലെ വെള്ളരിയുടെ വില കൂടിയപ്പോൾ കേരളത്തിൽ നിന്ന് പകരം വെള്ളരി സംഭരിച്ച് വില കുറയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നുവെന്ന് ഹോർട്ടികോപ്പ് വിശദീകരിക്കുകയാണ്. പൊതുവിപണിയിൽ വില കൂടുന്ന പല പച്ചക്കറി ഇനങ്ങളുടെയും വില പിടിച്ചു നിർത്താൻ ഹോർട്ടികോപ്പിന് കഴിയാതായതോടെ ജനങ്ങൾ അവ ഒഴിവാക്കാൻ നിർബന്ധിതരായിരിക്കും. മുരിങ്ങയ്ക്ക പോലെയുള്ള സാധനങ്ങൾക്ക് ഈ വില കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി അത് ഒഴിവാക്കിയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അത് വാങ്ങി ഉപയോഗിക്കും. മുരിങ്ങയ്ക്ക വെള്ളരിക്ക ഇല്ലാതെ നമ്മുടെ സാമ്പാർ അവിയലൊക്കെ എങ്ങനെ നടക്കും? അത് ബുദ്ധിമുട്ടാണ്. അതെ, കാരണം ആ ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ടൊമാറ്റോ 78, ഇവിടെ 78, പുറത്ത് 90 ഒക്കെ ഉണ്ട്. ഹോർട്ടികോപ്പാണെങ്കിലും അങ്ങനെ വലിയൊരു വില വ്യത്യാസം എന്ന് പറയാനില്ല. പച്ചക്കറി വില കൂടുന്ന ശബരിമല തീർത്ഥാടന കാലം അവസാനിക്കാൻ ഇനിയും 1.5 മാസമുണ്ട്. ഇതിൻ്റെ തമിഴ്നാട്ടിൽ മഴ കൂടി ഉണ്ടായാൽ പിന്നെ പച്ചക്കറി വില ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജനത്തിൻ്റെ കാര്യം കഷ്ടമാകും. പൊന്നുവില വർദ്ധിക്കുന്ന പോലെയാണ് കേരളത്തിൽ പച്ചക്കറിയുടെ വിലയും കൂടി തുടങ്ങിയത്. ക്യാമറമാൻ ഫ്രാൻസിസിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.